നമസ്കാരം. ഗ്രാമപോരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതു മുതൽ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. മുന്നണികൾ ജീവൻ മരണ പോരാട്ടത്തിലും. അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായി കണക്കാക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് പലയിടത്തും മുന്നണികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശ സൂചികയാകുമെന്നതിനാൽ കോൺഗ്രസ് ഇത്തവണ വളരെ പ്രാധാന്യത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. ഏതു വിധേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് ഇത്തവണ രംഗത്തിറക്കിയത്. ഇതിനകം നിരവധി സ്ഥാനാർത്ഥികളെ കുറിച്ച് നമ്മൾ ഗ്രാമപോരിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ശക്തിയായ വനിതാ സ്ഥാനാർത്ഥി കോൺഗ്രസിനായി തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. പറഞ്ഞു വരുന്നത് KPCC ജനറൽ സെക്രട്ടറിയായ നിഷ സോമനെ കുറിച്ചാണ്. തൊടുപുഴ നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ സീറ്റായ നടുക്കണ്ടം വാർഡിൽ നിന്നാണ് നിഷ സോമൻ UDFനായി ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടാം തവണയാണ് നിഷ മത്സരിക്കുന്നത്. നിഷ സോമന്റെ സ്ഥാനലബ്ധി പ്രവർത്തന മികവിനുള്ള പാർട്ടിയുടെ അംഗീകാരമാണ്. നിലവിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നിഷ വർഷങ്ങളായി കോൺഗ്രസിലെ സജീവ പ്രവർത്തകയാണ്. മികച്ച പ്രാസംഗികയും സംഘാടകയും ഒപ്പം പാട്ടുകാരിയുമായ ഇവർ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ പല വിഷയങ്ങളും സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഇവയിൽ പലതും വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും മാധ്യമ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ഇവർ കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജേർണലിസം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വന്തം പ്രവർത്തന മികവ് കൊണ്ടും എതിരാളികളെ ചുട്ടുപൊള്ളിക്കുന്ന നാവിന്റെ കരുത്തുകൊണ്ടും മാത്രമാണ് നിഷ സോമൻ തെറ്റയിൽ എന്ന വനിതാ പ്രവർത്തക പെട്ടെന്ന് തന്നെ KPCC ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും മറ്റുള്ള UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുമുള്ള കരുത്ത് നിഷയ്ക്കുണ്ട്. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന തരത്തിലേക്കാണ് നിഷ സോമന്റെ പ്രതികരണങ്ങളും വിശകലനങ്ങളും മാറിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായാണ് ഷെയർ ചെയ്യപ്പെട്ട് വരുന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല, 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 നമ്മൾ ഒറ്റയല്ല, ഒറ്റയല്ല, ഒറ്റയല്ല. ഇത്തരത്തിൽ മികച്ച വിദ്യാഭ്യാസവും കഴിവുമുള്ള നിഷ സോമനെ തന്നെ LDFന്റെ സിറ്റിംഗ് സീറ്റായ നടുക്കണ്ടം വാർഡിൽ കോൺഗ്രസ് ഇറക്കിയതിനു പിന്നിൽ ലക്ഷ്യം വിജയം മാത്രം. പാർട്ടിയുടെ സമരമുഖത്തുൾപ്പെടെ എന്നും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിഷ സോമനിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനും. പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തു. ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരെ കാണണം, ആരെ തെരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ സംഘർഷാവസ്ഥയിലാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റി 31ാം വാർഡിൽ നിഷ സോമൻ എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഒരു സഹോദരിയെ പോലെ ഞങ്ങൾ നോക്കിക്കാണുന്ന, അതുപോലെ പാർട്ടിക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന, നാട്ടിനും നാട്ടാർക്കും വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു ധീര വനിതയാണ് നിഷ സോമൻ എന്ന് എനിക്ക് ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. തൊടുപുഴയുടെ പ്രവേശന കവാടമായ നടുക്കണ്ടത്തിന്റെ സൗന്ദര്യവൽക്കരണം, കുട്ടികൾക്കായുള്ള കളിയിടങ്ങൾ, പകൽ വീടുകളുടെ സംരക്ഷണം, ഗതാഗത യോഗ്യമായ റോഡുകൾ, എല്ലായിടത്തും വഴിവിളക്കുകൾ, സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാല, സാംസ്കാരിക നിലയങ്ങൾ തുടങ്ങിയവയ്ക്കായി താൻ പ്രവർത്തിക്കുമെന്നാണ് നിഷ സോമൻ ഗ്രൗണ്ട് സീറോയോട് പറഞ്ഞത്. ഈ പ്രചരണത്തിനിടയിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? തൊടുപുഴ എന്ന് പറയുന്നത് ഈ പാല ബൈപ്പാസ് റോഡിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു വാർഡ് നടുക്കണ്ടം എന്ന് പറയുന്നത് 31ാം വാർഡ് എന്ന് പറയുന്നത് പാല തൊടുപുഴ ബൈപ്പാസിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഒരു നഗര കവാടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രാധാന്യം നടുക്കണ്ടത്തുണ്ട്. നടുക്കണ്ടത്തിൻ്റെ റോഡുകളുടെ പരിസരങ്ങളുടെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നടുക്കണ്ടം വാർഡിലെ റോഡുകൾ ഇപ്പോൾ തോണിക്കുഴി മലയിലൂടെയൊക്കെ നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാൽനട യാത്രക്കാർക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ കഴിയില്ല. ബൈക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല, വാഹനങ്ങൾ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ദയനീയ അവസ്ഥയാണ് റോഡുകൾ. ആ റോഡുകൾ ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. രാത്രി വിളക്കുകൾ കത്തുന്നില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർഡിലെ 2 പകൽ വീടുണ്ട്. അതിലെ തോണിക്കുഴ മല ഭാഗത്തുള്ള പകൽ വീടെന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നില്ല.
പക്ഷെ പാറക്കടവിലുള്ള പകൽ വീട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ മനോഹരമാക്കുക എന്നുള്ളത്, കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ ഉറപ്പു നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതലും പകൽ വീട്ടിലിരിക്കുന്നത് പ്രായമുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി അതിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും ഞാൻ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇവിടുത്തെ വയോജനങ്ങളുടെ സംരക്ഷണം, റോഡുകളുടെ സംരക്ഷണം, വഴിവിളക്കുകൾ, അതുപോലെ തന്നെ ഗ്രന്ഥശാല, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾ ഓരോ നിമിഷങ്ങളിലും കേരളീയ സമൂഹത്തെ വിളിച്ചറിയിക്കുന്ന സാധാരണക്കാർക്കായി ശബ്ദമുയർത്തുന്ന നിശയെ പോലുള്ളവരാണ് സത്യത്തിൽ ജനപ്രതിനിധികളാകാൻ യോഗ്യർ. എന്നാൽ അത് വെറും പഞ്ചായത്തിൽ മാത്രമാകരുത്. നാളെ നിയമസഭയിലും പിന്നീട് ലോക്സഭയിലും സാധാരണക്കാരുടെ ശബ്ദമാകണം. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്കായി സംസാരിക്കാൻ രാഷ്ട്രീയത്തെ ജനസേവനമായി കാണുന്ന നിശയ്ക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്. അതിനുള്ള തുടക്കമാകും ഈ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതേസമയം സംസ്ഥാനത്തെ 2 ഘട്ടങ്ങളായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. വോട്ടെണ്ണൽ ഡിസംബർ 13-നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശ എങ്ങോട്ടേക്കാണെന്ന് കോൺഗ്രസിനും ഒപ്പം മറ്റു മുന്നണികൾക്കും മനസ്സിലാകും. നമ്മളെല്ലാവരും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല, നമ്മൾ ഒറ്റയല്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.